പിന്നെ വർഷങ്ങൾ കൊണ്ട് നമ്മളിത് കുറച്ച് സ്ഥലത്ത് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ആളുകളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളത് കണ്ടെത്തി ഓരോ വർഷത്തെ കണ്ടെത്തലുകളാണ്. ഇങ്ങനെ ഇപ്പോൾ ഇത് 16ാമത്തെ തവണയാണ്, 15 വർഷം കഴിഞ്ഞു 16ാമത്തെ തവണയാണ് ഇത് നടത്തുന്നത്. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ആളുകളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളത് കണ്ടെത്തി. ഇപ്പം ഏത് സമയങ്ങളിലൊക്കെയാണ് ക്ലാസ്സുകൾ വരുന്നത്? എനിക്ക് നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നവംബർ 1 തുടങ്ങി മെയ് 31 വരെയാണ് ഇതിൻ്റെ ക്ലാസ്സുകൾ. അതിനകത്ത് ഒരേ ഒരു അവധി ഉണ്ടാവും. ഇവിടെ ശിവരാത്രിയുടെ പിറ്റേ ദിവസം ഇങ്ങോട്ട് വണ്ടികളൊന്നും വിടില്ല, ഇവിടെ എല്ലാം ബ്ലോക്കായിരിക്കും. അതിൻ്റെ പേരിൽ അന്ന് മാത്രം ക്ലാസ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസവും ഇവിടെ ക്ലാസ് നടത്തും. രാവിലെ ഇപ്പം ഏകദേശം 4:30ക്കാണ് ഇവിടെ തുടങ്ങുന്നത്. എന്നാലും നമ്മൾ സാധാരണ സമയങ്ങളിൽ ഇപ്പോൾ കുട്ടികൾ വന്നാലാണ് ഇത്രയും നല്ല ബാച്ചുകളൊക്കെ കൂട്ടി 3 ബാച്ച് വരെ ആക്കിയത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ബാച്ചാണെങ്കിൽ നമ്മൾ 5:30ക്ക് വരാൻ പറയും. 5:30ക്ക് തുടങ്ങി 6 മണിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഒറ്റ ബാച്ചാണ് അന്നേരം ഉള്ളൂ. നവംബർ, ഡിസംബർ, ജനുവരിയൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ 2 ബാച്ചാവും, പിന്നെ 3 ബാച്ചാവും. എത്ര പേര് വന്നാലും 16 ദിവസം കൊണ്ട് സൗജന്യമായിട്ട് നീന്തൽ പഠിച്ചിട്ട് പോകാം. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. വൈകല്യം വിഷയമല്ല. സ്ത്രീകൾക്ക് 50% സീറ്റുണ്ട്. 3 വയസ്സ് തുടങ്ങി 80 വയസ്സ് വരെയുള്ള ആളുകൾ ഇവിടെ പഠിപ്പിക്കും. എന്നാലും 82കാരൻ ഈ പ്രാവശ്യം ഉണ്ട്, അതും നമ്മൾ ഒഴിവാക്കിയില്ല. ഈ പ്രാവശ്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് ചേട്ടന് 82 വയസ്സുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോംബെന്ന് വന്ന് ഇവിടെ വീടെടുത്ത് 2 മാസമായിട്ട് വീടെടുത്ത് താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് ആലുവ പെരിയാർ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. മലപ്പുറത്തുനിന്ന് വന്ന് ഇവിടെ വീടെടുത്ത് താമസിക്കുന്നുണ്ട്. ഇവിടെ വന്ന് അതെ അതെ 16 ദിവസം കൊണ്ട് 98% അപകടങ്ങൾ ഇപ്പം സംഭവിക്കുന്നത് തീരത്തിനടുത്തോ അല്ലെങ്കിൽ ഒന്നങ്ങോട്ട് വെള്ളത്തിലേക്ക് കുളിക്കാനോ ഇറങ്ങുമ്പോൾ തന്നെ ഒഴുക്കിൽ പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് മരിച്ചു പോകുന്നത്. ആ മരണത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ 16 ദിവസത്തെ നീന്തൽ പഠനം മതി. അതായത് ഒരു 10 അടി നീന്തി പഠിക്കാനോ 12 അടി നീന്തി പഠിക്കാനോ ഉള്ള കഴിവ് ആർജിച്ച് കഴിഞ്ഞാൽ ഒന്നങ്ങോട്ട് സെൽഫി എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കാല് തെറ്റി വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ നീന്തി ഇങ്ങോട്ട് കരയിലേക്ക് കയറാവുന്ന പഠിത്തമെങ്കിലും പഠിക്കണം. അപ്പോൾ അത്രയും പഠിത്തങ്ങൾ പഠിക്കാൻ പറ്റും 16 ദിവസം കൊണ്ട്. ഒരുവിധം നല്ല രീതിയിൽ പഠിക്കാം. പൂളിലൊക്കെ പഠിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു ഒരു റിവറിലൊക്കെ പഠിക്കുമ്പോൾ. നീന്തൽ പഠിക്കുന്നത് എവിടെ പഠിച്ചാലും പൂള് റിവറൊന്നും വേർതിരിക്കേണ്ട കാര്യമില്ല. പിന്നെ പൂളിൽ പഠിച്ചാലും നമ്മൾ റിവറിൽ ഇറങ്ങി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അബദ്ധവശാലും നമ്മൾ ചാടി പോകുന്നത് പൂളിലേക്ക് ഒരിക്കലും ചാടി പോകില്ല. വണ്ടി ആക്സിഡന്റിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും പെട്ട് കാല് വഴുതിയോ പാലത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടി പോയി കഴിഞ്ഞാൽ ശരിക്കും പുഴയിലേക്കേ വീഴുള്ളൂ. അപ്പോൾ അങ്ങനെ പുഴയിൽ നല്ല ഒഴുക്ക്, പല സമയത്തും വളരെ ഒഴുക്കും കാര്യങ്ങളും ഉണ്ടാവും. പുഴയിൽ വന്ന് ഇറങ്ങി നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. പൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര അറിയാൻ പറ്റില്ല. എന്നാലും പൂളിൽ പഠിക്കുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്. സേഫായിട്ട് പഠിക്കാൻ പൂളിൽ ഒരു കുഴപ്പമില്ല. പൂളിൽ പഠിച്ചാലും മതി. പുഴയിലും പ്രാക്ടീസ് വേണം, കായലിലും പ്രാക്ടീസ് വേണം, കടലിലും പ്രാക്ടീസ് വേണം. വെള്ളം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് പ്രാക്ടീസ് വേണം. ഇപ്പം നമ്മൾ പുഴയിൽ നീന്തി പഠിച്ചിട്ട് കടലിൽ പോയി ഒരു ചെറിയൊരു ബോട്ട് യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് ബോട്ട് മറിഞ്ഞ് ചാടിപ്പോയാലും ഒന്ന് നീന്തി രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അതിനുള്ള കഴിവും കൂടെ ആർജിക്കണമെങ്കിൽ കടലിലും പോയി നീന്തി പഠിക്കണം ശരിക്കും. ഇപ്പൊ കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു പെരിയാറിലൊരു മുങ്ങിമരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് തന്നെ ഒരു മുങ്ങിമരണം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ഇതൊക്കെ നമ്മൾ എങ്ങനെയത് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് മതിയോ അങ്ങനെ ഒരു മുങ്ങിമരണമൊക്കെ മതി? ഏറ്റവും അടുത്ത് കാണുന്നത് മുടിക്കല്ലിലാണ് ഒരു പെൺകുട്ടി 19 വയസ്സുകാരി. അത് ചേച്ചി അനിയത്തിയും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തീരത്ത് പോയി ഒരു പാറയിൽ നിന്നു കാല് വഴുതി വെള്ളത്തിലേക്ക് വീണു. അപ്പോൾ അനിയത്തിയെ ആളുകൾ രക്ഷപ്പെടുത്തി, ചേച്ചിയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ചേച്ചി 19കാരി മരിച്ചു. അതുപോലെ തന്നെ പാറപ്പുറം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു 19കാരൻ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇറങ്ങിയ വഴി അങ്ങോട്ട് ഒഴുക്കിൽപ്പെട്ട് മരിച്ചുപോയി. ഇത്രയൊക്കെ കയറി പോരണമെങ്കിൽ ഒരു 16 ദിവസം പോലും ശരിക്കും പഠിക്കണ്ട. അതിൽ താഴെയുള്ള പഠിത്തമുണ്ടെങ്കിൽ പോലും ഇത്രയും നമുക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. പഠിപ്പിക്കുന്നത് എല്ലാം കാണിച്ചു തരാം. ഓക്കെ, ശരി. കുട്ടികൾക്കാണെങ്കിൽ സ്പെഷ്യൽ കിഡ്സിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെഷൻ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. സ്പെഷ്യൽ കിഡ്സിന് നമ്മൾ ബാച്ചിൽ ട്രാക്കുകളിലേക്ക് ഇറക്കാറില്ല. സ്പെഷ്യൽ കിഡ്സിന് നമ്മൾ കൊടുക്കാറുള്ളത് സ്പെഷ്യൽ ട്രെയിനിങ് ആണ്. അപ്പോൾ ഇവിടെയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും. ഇവിടെ സ്പെഷ്യൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സ്വിമ്മിങ് മാത്രമല്ല കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പീച്ച് കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ട് കുട്ടികളെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇപ്പോൾ
ചേച്ചിയുടെ മോനും ഒരു സ്പെഷ്യൽ കിട്ടാണ്. എൻ്റെ മോനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു 2 വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞങ്ങൾ തെറാപ്പി എടുക്കുന്ന ഒരു കുഞ്ഞാണ്. എൻ്റെ മോൻ ആരുഷ് എന്നാണ് പേര്. ഇപ്പോൾ നിലവിൽ അവൻ റിവർ ക്രോസ് ചെയ്തു. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ വെള്ളത്തിനോട് പേടി ഉണ്ടായിരുന്നു ആൾക്ക്. അത് മാത്രമല്ല, വെള്ളം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്ത് ചാടും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് വെള്ളത്തിന് എത്ര ആഴമുണ്ടെന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ എന്ത് അപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ എൻ്റെ മോനെ സംബന്ധിച്ച് അവൻ അധികം സംസാരിക്കില്ലായിരുന്നു, ഐ കോണ്ടാക്ട് കുറവായിരുന്നു, സ്പീച്ചിന് ഒരുപാട് ഡിലേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കോർഡിനേഷൻ എല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു ആൾക്ക്. പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ ആളുകളോട് എല്ലാവരോടും ഇടപഴകി അവൻ പിന്നീട് അവനിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. ആളിപ്പം കഴിഞ്ഞ മന്താണ് റിവർ ക്രോസ് ചെയ്തത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇവിടെ കൊടുക്കുന്ന ട്രെയിനിങ് അതുപോലെയാണ്. എൻ്റെ മോനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ സ്കൂളിലൊക്കെ ഒരുപാട് വേർതിരിവുണ്ടായിരുന്നു. ക്ലാസ്സുകളിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഇവന് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് കുട്ടികളുടെ ഇടയിലാണെങ്കിലും ഇവനെ മാറ്റി നിർത്തൽ, ക്ലാസ്സിലാണെങ്കിലും റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്ക് ബെഞ്ചിൽ കൊണ്ടിരുത്തിയ സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ആൾക്ക് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. ഇന്നിപ്പോൾ ഇങ്ങോട്ട് നമ്മളോട് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങി, മീനിങ് ഫുൾ ആയിട്ടുള്ള ടോക്ക് വന്നു തുടങ്ങി. അത് മാത്രമല്ല അവൻ്റെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് തുടങ്ങി. അപ്പം ബ്രീത്തിങ് ഹോൾഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ ബ്രെയിനിൻ്റെ കോർഡിനേഷൻ ഒരുപാട് കറക്റ്റ് ആവും. ശരിക്കും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം അത്. ഒരു ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊരു തെറാപ്പി ആണല്ലേ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് തെറാപ്പിയാണ്. കാരണം ഈ കുട്ടികളുടെ കോർഡിനേഷൻ കറക്റ്റ് ആക്കാനായിട്ട് ഏറ്റവും നല്ലൊരു തെറാപ്പിയാണ് ശരിക്കും സ്വിമ്മിങ്. എത്രത്തോളം ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു ആദ്യം മോനെ പഠിപ്പിക്കുമ്പോഴേക്കും? കമ്മ്യൂണിക്കേഷൻ കുറച്ച് പാടായിരിക്കും. അതെ, കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവൻ തിരിച്ച് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവൻ ഒബേ ചെയ്യില്ല, അവൻ്റെ ഇഷ്ടത്തിന് പോകും. അപ്പോൾ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യില്ല. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ നമുക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ കുട്ടികളെ നമ്മൾ തെറാപ്പി കൊടുത്തോണ്ടിരുന്നത്, വെള്ളത്തിൽ നമ്മൾ സ്വിമ്മിങ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അവൻ കറക്റ്റ് ചെയ്ത് വന്നു. അവര് വേറെ ഒരു മാർഗമില്ലല്ലോ, നടുക്കിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ഡിഫെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവര് ഓട്ടോമാറ്റിക്കലി പഠിച്ചു തുടങ്ങി. ഈ ഡിഫെൻഡ് ചെയ്യുന്നതിന് മുമ്പുണ്ടല്ലോ, നമ്മൾ അമ്മ എന്നുള്ള രീതിയിൽ നമ്മളത് പെട്ടെന്ന് കണ്ടു നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് വേറെ തന്നെയാണ്. പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട്, എന്ന് വെച്ചാലും ഒരു ബുദ്ധിമുട്ടല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും. അത് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമല്ലോ മോന് ഒരു സ്പെഷ്യൽ കിഡ് ആവുമ്പോഴൊക്കെയുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അതെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് എന്നോട് ചോദിച്ചത്. കാരണം മോനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡും കൂടെ ഇറങ്ങി. കാരണം പാരൻസ് ഇറങ്ങാതെ നമ്മൾക്ക് കുട്ടികളെ മൊത്തത്തിൽ അവരെങ്ങനെയാണ് മറ്റുള്ള ആളുകളോട് ഡീൽ ചെയ്യണേന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പാരൻറ്റിൻ്റെ ഹസ്ബൻഡും കൂടെ ഇറങ്ങിയിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഹസ്ബൻഡിന് പിന്നെ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് ഒരു 1 മന്ത് ആൾക്ക് ബെഡ് റെസ്റ്റ് വേണ്ടി വന്നു. പക്ഷെ ഞാൻ ഒട്ടും അതിനും മുടക്കം കാണിച്ചില്ല. കാരണം തെറാപ്പി കൊടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വിമ്മിങ് മനസ്സിലാക്കിയത് കൊണ്ട് എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും. എത്ര നേരം വേണമെങ്കിലും കുഞ്ഞിനെ ഇവിടെ വെള്ളത്തിൽ ഇറക്കാൻ. ചില സമയത്തൊക്കെ അവൻ നമ്മൾ പറയണത് അനുസരിക്കാതെ വരുമ്പോൾ ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട് ചില സമയത്തൊക്കെ. കാരണം നമുക്ക് വേറൊരു മാർഗ്ഗം ഇല്ലല്ലോ. ഇവിടെ ചേട്ടന്മാരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ കരയിലിരിക്കുകയാണ്, ഇവനെ എന്താ അവിടെ ചെയ്യാന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ചില സമയത്ത് അങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ട് എനിക്ക്. എന്നാലും ഇവിടെയുള്ള ആളുകളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാതിരിക്കാനായിട്ട് വയ്യ. കാരണം അത്രയും അധികം സപ്പോർട്ടാണ് തന്നിരിക്കണേ. പിന്നെ കരയിലിരിക്കുമ്പോൾ കുഞ്ഞ് മുങ്ങിപ്പോകും എന്നുള്ളൊരു പേടി. കാരണം ആഴത്തിലേക്കാണ് പോണത്, എനിക്ക് പോലും നില കിട്ടാത്തൊരു ഏരിയയാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. പിന്നെ സാറുള്ളത് ഒരു ധൈര്യമാണ്. സാറിന്റെ കൂടെയുള്ള ആളുകൾ അതുപോലെ ചേർന്ന് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അതും ഒരു ധൈര്യമാണ്. ആ ഒരു ധൈര്യത്തിൽ വിട്ടു. രതീഷ് ചേട്ടനല്ലേ? ഓക്കെ, ഇത്ര ഡിഫിക്കൽട്ടീസ് ഉള്ള ഒരു സമയത്തും ഇങ്ങനെ ഒരു റിവർ ക്രോസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണല്ലോ. അതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? എൻ്റെ പേര് രതീഷ് എന്നാണ്. എനിക്ക് 55% ശാരീരിക പരിമിതികൾ ഉള്ള ആളാണ്. എനിക്ക് നീന്തണം, അതുപോലെ ഡ്രൈവ് ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എൻ്റെ ശാരീരിക പരിമിതികൾ കൊണ്ട് എനിക്കിത് ആരോടും പറയാനോ അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള അവസരങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സജീവ് വാളശ്ശേരിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. സജീവ് വാളശ്ശേരി സാറിനെ കണ്ടെത്തിയതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാർ എനിക്കൊന്ന് നീന്തൽ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് കാലില്ല, കൈകൊണ്ട് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞതാണ്, നീന്തണതിന് കൈയോ കാലോ ഒരു കുറവല്ല, നമ്മുടെ മനസ്സിൻ്റെ ബലമാണ് വേണ്ടത്, നാളെ തന്നെ നീന്തൽ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ വന്നു. 2022 മാർച്ചിലാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നത്. സാറ് 2022 മാർച്ചിലാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നത്. സാറ് 2022 മാർച്ചിലാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നത്.
കൈകൾ മാത്രം ഉപയോഗിച്ച് എങ്ങനെ നീന്താമെന്ന് സാറ് പഠിച്ചിട്ട് അതെന്നെ പഠിപ്പിക്കുമായിരുന്നു. 22 ദിവസം കൊണ്ട് നീന്തൽ പഠിക്കുകയും ആലുവ പെരിയാറ് ആശ്രമം കടവിൽ നിന്നും മണപ്പുറം ദേശം കടവിലേക്ക് നീന്തി 1.5 കിലോമീറ്റർ ക്രോസ് ചെയ്യാനും സാധിച്ചു. അതിനുശേഷം സാറിൻ്റെ സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു, മഴക്കാല നീന്തലുണ്ടായിരുന്നു, ദീർഘദൂര നീന്തലുണ്ടായിരുന്നു. സ്പെഷ്യൽ ട്രെയിനിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 4-ാം തീയതി നമ്മൾ വേമ്പനാട്ട് കായൽ 3.5 കിലോമീറ്റർ 2 മണിക്കൂർ സമയം കൊണ്ട് നീന്തി വേമ്പനാട്ട് കായലും ക്രോസ് ചെയ്യാൻ സാധിച്ചു. അതാണ്. അപ്പോൾ ഇത് സാറ് ഉദ്ദേശിക്കുന്നത് മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക, നീന്തലറിയാത്ത കാരണങ്ങൾ കൊണ്ട് ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകരുന്നുള്ള സന്ദേശം പൊതുസമൂഹത്തെ അറിയിക്കാൻ നീന്തൽ ശാരീരിക പരിമിതി ഉള്ളവർക്കും സാധാരണക്കാർക്കും പഠിക്കാൻ പറ്റും എന്ന് സാറ് എന്നിലൂടെ പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഞാനും ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. കാരണം എന്നെപ്പോലെ ശാരീരിക പരിമിതിയുള്ള ഒരുപാട് പേരുണ്ട്, പല കാരണങ്ങളാൽ പേടികൾ കൊണ്ട് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ചേട്ടൻ എന്താ സംഭവിച്ചത്? പോളിയോ? എനിക്ക് പോളിയോ വന്നതാണ്. 2.5 വയസ്സിൽ പോളിയോ വന്ന് കാലുകൾ തളർന്നു പോയതാണ്. അതിനുശേഷം ഇപ്പൊ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ നീന്തുക എന്നൊക്കെ പറയുമ്പോ നമുക്ക് വളരെ പേടിയായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു സാർ അതിന് സപ്പോർട്ട് തന്നിരുന്നത്? ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു? കാരണം നമുക്ക് വെള്ളത്തിൽ കാലടിച്ച് നിൽക്കാൻ പറ്റില്ല, കൈകൊണ്ട് മാത്രമാണ് നീന്തണതും തുഴഞ്ഞു നിൽക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ സാറ് അത് ആദ്യം പഠിച്ചു, കാലുകളില്ലാതെ എങ്ങനെ നീന്താമെന്ന് നമ്മുടെ സജി സാർ അത് പഠിക്കുകയും അതെന്നെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ വളരെ ഈസി ആയിരുന്നു കാര്യങ്ങൾ. എനിക്കെന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ. നീന്തൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. അങ്ങനെ എനിക്ക് ഇവിടെ വന്നപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. വീഡിയോ എടുക്കാനാണ് ഞാൻ വന്നത്, പക്ഷെ ഞാൻ നാളെ മുതൽ നീന്തൽ പഠിക്കണമെന്ന് വിചാരിക്കണം. എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു 16 ദിവസത്തെ ഒരു ബേസിക് ക്ലാസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സജിച്ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ബേസിക് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ടാറ്റാ, ബൈ ബൈ.